കാട്ടാനയ്ക്ക് പ്രസവവേദന വന്നപ്പോൾ ട്രെയിൻ നിർത്തിക്കൊടുക്കുകയാണ്. റെയിൽവേ ട്രാക്കിൽ കുട്ടിയാനയ്ക്ക് ജന്മം നൽകുകയും ചെയ്തിട്ടുണ്ട്. करो 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 होने करो होने करो ने चलो चलो ए फोटो चलो चलो करो देखो से कहाँ गई ले हाँ 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 भांजवा सब पहचान ले जाते। वो अपन कटवे कर ले जीते हैं। हाँ परसुक पैदा भेल लगे लेकिन इतना भुला रहे बेचारा कटना एक चलती कर ले पटरिया काबू पटरिया यहाँ पे पटरिया पार कर लो അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ അപൂർവമായിരിക്കുമല്ലേ? പലപ്പോഴും ഈ റെയിൽവേ ട്രാക്ക്, ആനകളൊക്കെ പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലവിധത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ട്രെയിൻ തട്ടി ആന ചരിയുന്നതുമൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അത് അപൂർവമാണ്. കാരണം 2 മണിക്കൂർ ട്രെയിൻ നിർത്തിയിടുന്നു എന്ന് മാത്രമല്ല വനംവകുപ്പിലും അതിൽ പങ്കുണ്ടല്ലേ? എന്തായാലും ആ ആനയും ആനക്കുട്ടിയും കൂടെ നടന്നു പോകുന്നതൊക്കെ കാണാൻ അവസാനം ഒരു ചേലൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? അഭിനന്ദന പ്രവാഹമാണ്. ആ വീഡിയോയുടെ കമന്റ് ഒക്കെ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. ട്രെയിൻ തട്ടി ഒരുപാട് ആനകൾ ചരിയുന്നതും അതുപോലെ മനുഷ്യമൃഗ സംഘർഷത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന വാർത്തകൾക്കൊക്കെ ഇടയിലാണ് ഇത്തരത്തിലൊരു നല്ല വാർത്ത പുറം ലോകം അറിയുന്നത്. ഇത് സംഭവിക്കുന്നത് ജൂൺ 25-ാം തീയതിയാണ്. പിന്നീട് ഈ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നതിന് ശേഷമാണ് ഇതിനൊരു രാജ്യാന്തര ശ്രദ്ധ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ സമയമാണ് ആ ഒരു ട്രെയിൻ ഈ ആനയ്ക്ക് വേണ്ടി, ആന ഒരു കുട്ടി ആനയെ പ്രസവിക്കുന്ന സമയത്ത് അത് പൂർത്തിയാകാൻ വേണ്ടി നിർത്തിയിട്ടത്. മാത്രമല്ല അതൊരു കൽക്കരി തീവണ്ടി കൂടി ആയിരുന്നു. ഇത് നടക്കുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ രാംഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ബാർക്കാക്കാന, ഹസാരിബാഗ് എന്നീ 2 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിലാണ്. ഈ 2 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിലുള്ള ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് ഗൂഢവനമാണ്. ഈ ഗൂഢവനത്തിൻ്റെ ഇടയിലൂടെയാണ് റെയിൽവേ ട്രാക്ക് പോകുന്നതും. അതിനിടയിലാണ് ഈ ഇത്തരത്തിൽ ആന വന്ന് അതിൻ്റെ പ്രസവവേദനയൊക്കെ ആയി അവിടെ റെയിൽവേ ട്രാക്കിൽ വന്ന് കിടക്കുന്നതും. ഇത് സംഭവിക്കുന്നത് ജൂൺ 25-ാം തീയതി പുലർച്ചെ 3 മണിക്കുമാണ്. ഒരു ഫോറസ്റ്റ് ഗാർഡാണ്, വനംവകുപ്പിൻ്റെ ഒരു ഗാർഡാണ് ഈ ആനയെ ആദ്യം കാണുന്നത്. പിന്നീട് ഈ കാര്യം ഇത്തരത്തിൽ ഒരു പക്ഷേ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആന അപകടത്തിൽപ്പെട്ടു പോകാമെന്നുള്ളൊരു കാര്യം വനംവകുപ്പിൻ്റെ ഡിവിഷണൽ ഉദ്യോഗസ്ഥനെ, ഡിവിഷണൽ ഓഫീസറിനെ വിളിച്ച് അറിയിക്കുന്നത്. രാംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നാലെ തന്നെ ഈ ബാർക്കാക്കാന റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. ആ വഴിയുള്ള റെയിൽവേ സർവീസുകൾ, ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. മാത്രമല്ല ഈ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ചരക്ക് തീവണ്ടികൾ നീങ്ങാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും ഉപയോഗിക്കുന്ന ഒരു സ്ട്രെച്ച് കൂടിയാണ്. റാഞ്ചിയിലേക്ക്, ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു സ്ട്രെച്ചിലൂടെ കൂടുതലായിട്ടും ഈ ചരക്ക് വണ്ടികൾ, അത്തരത്തിലെത്തിയൊരു ട്രെയിനാണ് 2 മണിക്കൂറോളം അവിടെ നിർത്തിക്കൊടുത്തു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതിനിടയ്ക്ക് സുരക്ഷിതമായിട്ട് തന്നെ എത്തുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വനംവകുപ്പും ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ വൈറലാകുന്നത്. അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും അർജുനും ഞാനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. റെയിൽവേക്കും വനംവകുപ്പിനും ഒക്കെ അഭിനന്ദന പ്രവാഹം നൽകുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും.